Welcome to Garam Masala, the magic spices of cooking. പപ്പായ എരിശ്ശേരി. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 30 മിനിറ്റ് കുതിർത്തിയെടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനെ കുതിർത്തിയെടുക്കാം. അടുത്തതായി ഒരു മീഡിയം സൈസ് പപ്പായയാണ് വേണ്ടത്. ഇതിനെ നമുക്ക് 1 ഇഞ്ച് നീളമുള്ള പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് പപ്പായയെ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് എടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. പ്രഷർ കുക്കർ ഉപയോഗിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും. നമ്മുടെ പപ്പായയും തുവരപ്പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായൊന്ന് മാഷ് ചെയ്തെടുക്കാം. വെള്ളം നന്നായി വറ്റി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഉള്ളി ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ചെറുതായെന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായെന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.